ഹലോ ചങ്ങാതിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാവിലെ തന്നെ 4:45 എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് മാനന്തവാടിക്ക് ഒരു ഓട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. അങ്ങനെ മാനന്തവാടി ഗാന്ധി പാർക്കിലെത്തി. എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു, ചായയെല്ലാം കുടിച്ച് ഇപ്പോൾ വേറൊരു സുഹൃത്തിനെ കൊണ്ട് കണ്ടു. അവനോട് വർത്തമാനമെല്ലാം പറഞ്ഞു. ജസീറാണ് എനിക്കിന്ന് ചായ മേടിച്ചെന്ന്. അവൻ നെറ്റ് ഓടുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരെ വെള്ളൂർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. ഏകദേശം ഒരു 5:20 ഇന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുത് അമ്മേനെ കണ്ട് കുറച്ച് സങ്കടങ്ങളൊക്കെ പറയാനുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ജന്മദിനം കൂടിയാണ്. അപ്പോൾ നേരെ ഇവിടുന്ന് വെള്ളൂർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുന്ന് 3 കിലോമീറ്ററാണ് വെള്ളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് മാനന്തവാടിയിൽ നിന്ന്. അങ്ങനെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുമ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. 5:30 വെള്ളൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ്. അങ്ങനെ അമ്മേനെ കാണാനുള്ള നടപ്പിലാണ്. നട തുറന്നിട്ടുണ്ട്. അമ്മേ ശരണം, ദേവി ശരണം, അമ്മേ മകമായി ദേവി. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ശ്രീ വെള്ളൂർക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇവിടുന്ന് പ്രസാദമെല്ലാം മേടിച്ച് കാണിക്കൊക്കെ ഇട്ട് ഇവിടുന്ന് മടങ്ങാൻ നോക്കുവാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങി. ഇനി ക്ഷേത്രത്തിൻ്റെ താഴെ കാവിലേക്കാണ്. ഏകദേശം നേരം വെളുത്ത് വരുവാണ്. 6 മണി ആയിട്ടുണ്ട്. നേരെ ഇനി നമ്മളെ സ്റ്റാൻഡിലേക്കാണ്. എൻ്റെ വണ്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ കൊണ്ടങ്ങാടി ടൗണിലേക്ക് ഒരു ഓട്ടം കിട്ടി. എന്താ പഴംപൊരി തിരിച്ച് മാനന്തവാടി എത്തി. കോഴിക്കോട് റോഡിലുള്ളത് വിസ്മയൻ്റെ മുമ്പിലെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെ ഇന്ന് ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഇത്ര നേരം കൊണ്ട് ഏകദേശം ഒരു 6:20 6:15 ഉണ്ടാവും. ഇത് നമ്മളെ പോസ്റ്റ് ഓഫീസ് സ്റ്റാൻഡിൻ്റെ മുമ്പ് വശമാണ്. ഇവിടെ ഞാൻ ആണ് സ്ഥിരമായിട്ട് ഓടുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓട്ടം കിട്ടിയപ്പോൾ കണ്ട കാഴ്ചയാണിത് കേട്ടോ. കുറേ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇലക്ഷനുമായി കുറേ പോസ്റ്ററുകളൊക്കെ വീടിൻ്റെ മുകളിലും അതുപോലെ തന്നെ വേലിപ്പുറത്തും മരത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഭൂമിൻ്റെ ഉടമസ്ഥൻ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാ പോസ്റ്ററുകളും അവിടെ പതിപ്പിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അയലമൂലക്കൊരു ഓട്ടം കിട്ടി.
കല്ലോടി അയിലമൂലയിലാണ് ഉള്ളത്. അങ്ങനെ അയിലമൂലയിൽ നിന്ന് തിരിച്ച് മാനന്തവാടിയിൽ വന്നു. അങ്ങനെ വൈകുന്നേരം ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിൽ ഇന്ന് എൻ്റെ ജന്മദിനമായതുകൊണ്ട് ഒരു പൂജ കഴിപ്പിക്കാമെന്ന് വെച്ച് വന്നതാണ്. 501 രൂപ കൊടുത്തൊരു പൂജ കഴിപ്പിച്ചു. പ്രസാദവും മേടിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.